A very good evening to you one and all. I am Selma Finoj. Welcome back to our channel. Today I am going to take the topic on types or methods of sampling from the subject Business Statistics and Research Methods. We all know this topic is very important and you can expect a sure question from this part. So, what is meant by sampling? It is a process of selecting a group of people, events, behavior or other elements with which we want to conduct a study or research. ഒരു റിസർച്ചർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ അല്ലെങ്കിൽ കുറച്ച് ഇവൻറ്റ്സ് കുറച്ച് ബിഹേവിയേഴ്സ് ഒക്കെ സെലക്ട് ചെയ്ത് പഠിക്കുന്നതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേരെ എടുത്ത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സാമ്പിളിംഗ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിഗ്ഗർ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഫ്യൂ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നതാണ് സാമ്പിളിംഗ്. ഓക്കെ, ഇനി ഈ സാമ്പിളിംഗ് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്: പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. Probability sampling means here the inclusion and exclusion of the sample from population based on application of probability method, not on a personal judgment. Probability sampling എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് സാമ്പിൾ ഫ്രം പോപ്പുലേഷൻ സെലക്ട് ചെയ്യുന്നതോ, അതായത് ഇൻക്ലൂഷൻ ആയാലും ശരി എക്സ്ക്ലൂഷൻ ആയാലും അത് ഒരു പേഴ്സണൽ ജഡ്ജ്മെന്റിന്റെ ബേസ് ചെയ്തിട്ടല്ല, പ്രോബബിലിറ്റി മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റഡിയിലേക്ക് നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് സാമ്പിൾസിനെ സെലക്ട് ചെയ്യാണ്, അതല്ലെങ്കിൽ കുറച്ച് സാമ്പിൾസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യാണ്. അത് നമ്മളുടെ ഒരു താല്പര്യത്തിന്റെ പുറത്തല്ല. എനിക്കിഷ്ടമുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ സ്റ്റഡിക്ക് എടുക്കുന്നു, ഇഷ്ടമല്ലാത്തവരെ ഞാൻ തള്ളിക്കളയുന്നു, അങ്ങനെയല്ല. ജസ്റ്റ് പല തരത്തിലുള്ള പ്രോബബിലിറ്റീസ് മെത്തേഡിൽ നമ്മുടെ സ്റ്റഡിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വൺ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി മെത്തേഡ് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളുടെ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്: സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ദെൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ദെൻ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. ഈ ഒരു മെത്തേഡ് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഐറ്റം ഓഫ് പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ ആയിട്ട് മാറാൻ എല്ലാവർക്കും, ആ പോപ്പുലേഷനിൽ എത്ര പേരുണ്ടോ എല്ലാവർക്കും എന്താണ് ഈക്വൽ ചാൻസ് ആണ് ഈ ഒരു സ്റ്റഡിയിൽ ഒരു സാമ്പിൾ ആയിട്ട് മാറാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ക്ലാസ്സിൽ ഒരു 60 സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ്. ഈ കളിക്കാൻ നമുക്ക് ആവശ്യം 60 സ്റ്റുഡൻസിൽ നിന്ന് 30 പേരെ മാത്രമേ നമുക്ക് എന്ത് വേണ്ടതുള്ളൂ, ഗെയിമിലേക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ലോട്ട് എടുക്കുകയാണ്. ലോട്ട് എടുത്ത് എല്ലാവരുടെയും 60 പേരുടെയും പേര് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലോട്ട് എടുക്കുകയാണ്. ഈ ലോട്ടില് 30 പേരിൽ ഒരാളാവാൻ ഈ 60 പേരിൽക്കും എന്തുണ്ട്, സാധ്യത ഉണ്ട്. 60 പേർക്കും എന്താണ് ഈക്വൽ ചാൻസ് ആണ് എന്ത്, ആ 30 പേരിൽ ഒരാളായിട്ട് മാറാൻ. ഓക്കെ, സോ അതിനാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത് ലോട്ടറി മെത്തേഡ്, അതർവൈസ് കാർഡ് ടെക്നിക് ഒക്കെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിനുള്ള എക്സാമ്പിൾ. ഇത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഈ ഒരു മെത്തേഡ് റിസർച്ച് സ്റ്റഡിക്ക് യൂസ് ചെയ്യുക. നമ്മുടെ സാമ്പിള് നമ്മൾ എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ഒരു കുറച്ചുള്ളൂ, സ്മാൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിംഗ് പ്ലെയിൻ വളരെ കംപ്ലീറ്റ് ആണ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവൈലബിൾ ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് കൂടുതൽ സ്യൂട്ടബിൾ. ഒരിക്കൽ കൂടി പറയാം, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ ഏതൊരാൾക്കും ഈക്വൽ ചാൻസ് ആണ് ഒരു സാമ്പിൾ ആയിട്ട് മാറാൻ. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ്ലി വി ഡിവൈഡഡ് ദ പോപ്പുലേഷൻ ഇൻ ടു സ്ട്രാറ്റ ബിഫോർ ദ സാമ്പിൾ ഈസ് ഡ്രോൺ. Elementary units from each stratum is drawn at random
വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സാമ്പിൾ. ഒരു സാമ്പിൾസിനെ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ടോട്ടൽ ആൾക്കാരെ അല്ലെങ്കിൽ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രാറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. എന്താണ് സ്ട്രാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ്സ് അതല്ലെങ്കിൽ കാറ്റഗറീസ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഹോമോജിനി. സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സെയിം ബിഹേവിയർ അല്ലെങ്കിൽ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ കാറ്റഗറി എന്തെങ്കിലും സെയിം ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസ് ചെയ്തിട്ട് ആൾക്കാരെ തരം തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റം എന്ന് പറയുന്നത്. ഹോമോജീനിയസ് മീൻസ് വാട്ട്, സെയിം. ഓക്കെ, ഫോർ എക്സാമ്പിൾ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് ഒരു സ്ട്രാറ്റാക്കി മാറ്റുക. അതല്ലെങ്കിൽ എന്താ പറയാ, സെയിം ഇൻകം ലെവലുള്ള ആൾക്കാരെ ഫ്രം ടു ദിസ് എന്ന് പറഞ്ഞ പോലെ സെയിം ഇൻകം ലെവലുള്ള ആൾക്കാരെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് സ്ട്രാറ്റം എന്ന് പറയുന്നത്. എന്നിട്ട് ആ സ്ട്രാറ്റത്തിൽ നിന്നിട്ട് നമ്മൾ പല പല സ്ട്രാറ്റമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സ്ട്രാറ്റത്തിൽ നിന്നും നമ്മൾ കുറച്ച് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുകയാണ്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് മെത്തേഡാണ്, റാൻഡം മെത്തേഡാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു റാൻഡം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്ട്രാറ്റത്തിനുള്ളിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും, ആ ഗ്രൂപ്പിനുള്ളിൽ വരുന്ന എല്ലാ ആൾക്കും എന്താണ്, ആ സാമ്പിൾ ആയിട്ട് മാറാനുള്ള ഈക്വൽ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. നെക്സ്റ്റ് വൺ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഹെട്രോജീനിയസ് സബ് ഗ്രൂപ്പ്സ് ആണ് പോപ്പുലേഷൻ, അതായത് ഒരു സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും അല്ല, ഒരു കറക്റ്റ് അറേഞ്ച്മെന്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഹെട്രോജീനിയസ് സബ് ഗ്രൂപ്പ്സ് ആയിട്ട് പോപ്പുലേഷനെ അറേഞ്ച് ചെയ്യുകയാണ്. അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗിൽ വരുന്നത്. മേ ബി ഒരു വില്ലേജ് വാർഡ്സ് ആയിട്ടോ ജോഗ്രഫിക്കൽ യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യാണ്. എന്നിട്ട് ഈ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തിട്ട് വീണ്ടും കുറച്ച് സാമ്പിൾ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും by using unrestricted sampling methods like simple random method. Okay, these selected clusters known as primary sampling unit. They were used in this research study. Once again, cluster sampling എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഹോമോജീനിയസ് സബ് ഗ്രൂപ്പ്സ് അല്ല, ഹെട്രോജീനിയസ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ വില്ലേജ് വാർഡ്സ്, ക്ലസ്റ്റേഴ്സിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, വില്ലേജ് വാർഡ്സ് അതല്ലെങ്കിൽ ജോഗ്രഫിക്കൽ യൂണിറ്റ്സ് ഒക്കെ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ക്ലസ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് സാമ്പിൾ ക്ലസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്, സിമ്പിൾ റാൻഡം മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ വരുന്ന സെലക്ടഡ് ക്ലസ്റ്റേഴ്സിന് പറയുന്ന പേരാണ് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സ്. നെക്സ്റ്റ് വൺ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്ലസ്റ്റർ സാമ്പിളിംഗിൽ എന്താണ്, പോപ്പുലേഷനെ ഡിഫറെന്റ് സബ് ഗ്രൂപ്പ്സിനെ ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരൊറ്റ സ്റ്റേജ് അവിടെ നടക്കണുള്ളൂ. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, മൾട്ടി സ്റ്റേജസ് ആണ് ഹാപ്പൺ ചെയ്യുന്നത്. നമ്മൾ ക്ലസ്റ്റേഴ്സിന് സെലക്ട് ചെയ്തിട്ട് ക്ലസ്റ്റർ ഗ്രൂപ്പ്സിനെ സെലക്ട് ചെയ്തിട്ട് ആ ക്ലസ്റ്റർ ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും സാമ്പിൾസിനെ സെലക്ട് ചെയ്യും. ആ സാമ്പിൾസിന് പറയുന്ന പേരെന്താണ്, പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സ്. വീണ്ടും നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യാണ്, ഒരു നെക്സ്റ്റ് സ്റ്റേജ്, ഒരു റാൻഡം സാമ്പിൾ സെറ്റപ്പ് നടത്തുകയാണ്. എവിടെ, ആ പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സിൽ വീണ്ടും ഒരു റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് നടത്തുകയാണ്. അപ്പോൾ മൾട്ടി സ്റ്റേജസ് ആണ് ഹാപ്പൺ ചെയ്യുന്നത്. ഇവിടെ ആദ്യം ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. ആ ക്ലസ്റ്റർ ഗ്രൂപ്പിൽ നിന്ന് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സിനെ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡ്സ് വഴി സെലക്ട് ചെയ്യും. ആ പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സിൽ നിന്ന് വീണ്ടും കുറച്ച് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുകയാണ് എഗെയിൻ ബൈ യൂസിങ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. അപ്പോൾ ഒരു ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ സാമ്പിൾസിനെ പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല സ്റ്റേജസ് വരുന്നത് കൊണ്ടാണ് ഇതിന്റെ പേര് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് അറിയുന്നത്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഇൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഈസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇവിടെ പോപ്പുലേഷനെ നമ്മൾ ഒരു ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഒരു സാമ്പിൾ ഓഫ് സ്യൂട്ടബിൾ സൈസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പിക്കിംഗ് എവറി nth item. For example, we have 1000 students list. From this, we need only 200 students. Here, nth item is to be selected. For example, kth item എന്ന് പറയുന്നത് എത്രയാണ്, 1000 students divided by what we want to, our number we needed is 200 students. So 1000 by 200, that is 5. So first item നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു റാൻഡം ബേസിസിലാണ്, that is 1 to 5.
അതിൽ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. ഏതൊരു 1 to 5 ഏത് നമ്പറിനും ഈക്വൽ ചാൻസ് ആണ്. ഒരു റാൻഡം സാമ്പിളിംഗ് മെത്തേഡിലാണ് നമ്മൾ ആ 1 to 5 ആ കേത്ത് ഐറ്റം ആയിട്ടുള്ള 5നെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മേ ബി ആ ഫസ്റ്റ് ഐറ്റം നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിന് സെലക്ട് ചെയ്യുന്ന ഫസ്റ്റ് നമ്പർ 4 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? 4 plus add the kth item, that is 5. 4 plus 5, that is 9. Is it clear for you? Again, the third will be 9 plus 5, that is 14. And the fourth will be 14 plus 5, 19. And the process is going on. That is systematic sampling. There is a systematic process for selecting sample from population. Is it clear for you? Okay. Next method is non-probability sampling method. നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ എല്ലാവർക്കും എന്താണ് ഈക്വൽ ചാൻസ് ആണ് സാമ്പിൾ ആവാൻ. ബട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഒരു ഷുവറൻസും ഇല്ല. എല്ലാ ആൾക്കാർക്കും എവറി എലമെന്റിന് സാമ്പിൾ ആയിട്ട് വരാൻ ഈക്വൽ ചാൻസ് ഉണ്ട് എന്നുള്ളതിന് യാതൊരു ഷുവർട്ടി ഇല്ല. This type of sampling does not give any assurance whether every element has a chance of being included in sample. The first method from non-probability sampling is accidental sampling. Here the researcher simply contacts and picks up those cases which he come across and thus continuing the process till total sample reaches a designated size. For example, the researcher may take the first 100 persons he meets any one of the area who are willing to be interviewed or to provide the information required. See, accidental sampling or researcher, for example, to study the satisfaction level of people who are living in flats. ഫ്ലാറ്റ്സിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു റിസർച്ചർ സ്റ്റഡി കണ്ടക്ട് ചെയ്യാണ്. ആ ഒരു 1000 ആളുകൾ ആ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടെങ്കിൽ റിസർച്ചർക്ക് എത്ര ആളുകളെ വേണ്ടുള്ളൂ? 100 പേഴ്സൺസിന് മതി. സോ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യാതെ അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് പാസ് ചെയ്തു പോകുന്ന ഏതെങ്കിലും 100 പേര്, അവർക്ക് എന്ത് വേണം? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒരു വില്ലിങ്നെസ് വേണം. അങ്ങനെയുള്ള ഒരു 100 അദ്ദേഹത്തിന്റെ റിസർച്ച് സ്റ്റഡിയിലേക്ക് ആവശ്യമുള്ള ആൻസർ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 100 പേഴ്സൺസിന് മതി ഔട്ട് ഓഫ് 1000 പീപ്പിൾ ഹു ആർ സ്റ്റേയിങ്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിഡന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ quota sampling. Here quotas are fixed according to basis parameters of population determined earlier, and each field investigator is assigned with quotas of number of elementary units to be interviewed. Quotasine base ചെയ്ത് population നമ്മൾ quotas ആയിട്ട് തരംതിരിക്കുകയാണ്. For example, ആളുകളുടെ income basis, the persons who belongs to income 25,000 to 50,000, 50,000 to 75,000, 75,000 to 1 lakh. അങ്ങനെ നമ്മൾ ഒരു ക്വാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ഇൻകത്തിന്റെ ബേസ് ചെയ്തിട്ടാവും. പാരാമീറ്റേഴ്സ് ഓഫ് പോപ്പുലേഷൻ, അതർവൈസ് ഏജ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഏജ്. ഒരു 25 to 45 വരുന്ന ആൾക്കാർ, 45 to 65 വരുന്ന ആൾക്കാർ, 65 to 85 വരുന്ന ആളുകൾ. സോ ഒരു പാരാമീറ്റേഴ്സിന്റെ ബേസ് ചെയ്തിട്ട് ഇൻകം ആവാം, ഏജ് ആവാം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആവാം. അങ്ങനെ ചില ക്വാർട്ടേഴ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിൾസ് പോപ്പുലേഷൻ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. ഇൻ ദിസ് സാമ്പിളിംഗ് മെത്തേഡ് എ സാമ്പിൾ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സെലക്ടിംഗ് കൺവീനിയന്റ് എലമെന്ററി യൂണിറ്റ്സ് ഫ്രം ദി പോപ്പുലേഷൻ. കൺവീനിയൻസ് സാമ്പിളിംഗിൽ നമ്മൾ ചിലപ്പോൾ ഒരു ബിസിനസ്സിൽ വെൻ വി വാണ്ടർ അറൌണ്ട് എ ബിസിനസ്, അതർവൈസ് ഒരു ഷോപ്പിൽ നിന്നാവാം, റെസ്റ്റോറൻറ്റ്, തിയേറ്റർ, whatever asking people we meet whether they will answer our question. നമ്മുടെ ചോദ്യങ്ങൾക്ക് അവർ ആൻസർ ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്നും നമ്മൾ ആൻസർ കളക്ട് ചെയ്യുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. സോ നമ്മുടെ റിസർച്ച് സ്റ്റഡിക്കുള്ള അനുയോജ്യമായിട്ടുള്ള ആളുകൾ
എവിടെയാണോ നമുക്ക് അവൈലബിൾ ആകുന്നത് അവിടെ നിന്ന് അവരോട് കൺവേ ചെയ്ത് നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, known as sampling by opinion. In this, person who is well acquainted with the population selected which elementary units constituted a sample for study. ഈ ഒരു റിസർച്ച് സ്റ്റഡിയിൽ അവൈലബിൾ ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ ഉള്ള നോളേജ്, ജഡ്ജ്മെന്റൽ എബിലിറ്റി ആർക്കുണ്ടാവും? റിസർച്ചർക്ക് ഉണ്ടാവും. സോ അയാളുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ്. അതിന്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് ആളുകളെ കൺവീനിയന്റ് ആയിട്ടുള്ള ആഡ്ക്വേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൽ ആളുകളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു ജഡ്ജ്മെന്റ് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, റാഷണൽ തിങ്കിങ് അതല്ലെങ്കിൽ ആളുടെ ഒരു എക്സ്പീരിയൻസ്, ഒരു അതിൻ്റെ ഒക്കെ ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് എബിലിറ്റി ടു സെലക്ട് ദ മോസ്റ്റ് adequate person for his research study. Okay, next these all are about non-probability sampling methods, and the last one is snowball sampling. So what do we mean by snowball sampling? Here the research is very difficult to find adequate number of samples for study. റിസർച്ചർക്ക് അദ്ദേഹത്തിന്റെ സ്റ്റഡിയിലേക്ക് ആവശ്യമുള്ള സാമ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റഡീസ് അബൌട്ട് ഹോംലെസ്, വീടില്ലാത്ത ആളുകളെ കുറിച്ചിട്ട്, അവരെ കുറിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഒരു സാമ്പിളിംഗ് ഫ്രെയിം അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു വീടില്ലാത്ത ഒരാളെ കാണുമ്പോൾ അയാളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയോ വേറെ വീടില്ലാത്ത ആളുകളെ കുറിച്ചിട്ട്? അപ്പോൾ അവര് നമുക്ക് എന്തു പറയും? ഒരു പർട്ടിക്കുലർ അഡ്രസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആളെ കുറിച്ച് പറയും. അഡ്രസ് ഉണ്ടാവില്ല, പർട്ടിക്കുലർ ആളെ കുറിച്ച് പറയും. അപ്പോൾ നമ്മൾ ആ ആളെ കാണും, ആ ആള് വേറൊരാളെ കുറിച്ച് പറയും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റിസർച്ചിന് അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾസിനെ കണ്ടെത്തുന്നത്. സോ നമ്മളുടെ സ്നോബോൾ സാമ്പിളിംഗിൽ സാമ്പിൾസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തരുന്നത് ആരെയാണ്? അതിൽ വരുന്ന സാമ്പിൾസ് തന്നെയാണ്. സോ വെരി ഡിഫിക്കൽട്ട് ടു find the adequate number of samples for this study. On that time we were using snowball sampling methods. Okay, these all are about types or methods of sampling, mainly two: probability sampling and non-probability sampling. Probability sampling എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈക്വൽ ചാൻസ് ആണ് എല്ലാ ആളുകൾക്കും, ആ പോപ്പുലേഷനിൽ വരുന്ന എല്ലാ ആളുകൾക്കും ആ ഒരു സാമ്പിളിന്റെ ഭാഗം അല്ലെങ്കിൽ ആ സ്റ്റഡിയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നതിന് വേണ്ടി. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള ഒരു ചാൻസ് വരുന്നില്ല. പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ആൻഡ് ഓൾസോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Please subscribe my channel for more videos and give like, and I'm expecting your comments and support also. Thank you. Have a nice day.